ഹലോ ഗായ്സ്, ഡൈകാസ്റ്റ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റോൾസ് റോയ്സ് കള്ളിനൻ ഡൈകാസ്റ്റിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാക്കേജിങ് വരുന്നത്. ആമസോണിൻ്റെ ബോക്സിനുള്ളിൽ ഈ പ്രോഡക്റ്റ് ഒരു ബബിൾ റാപ്പിൽ പൊതിഞ്ഞാണ് വരുന്നത്. വേറെ എക്സ്ട്രാ ബോക്സുകളൊന്നും വരുന്നില്ല. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് US 1984 എന്നൊരു ബ്രാൻഡാണ്. 1389 രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ നമുക്ക് ഈ ബബിൾ റാപ്പ് ഇനി ഒന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. കയ്യിലെടുക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡി മെറ്റലിലാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലൊക്കെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അതേപോലെ ഈ സൈഡിലും പാനൽ ഗ്യാപ്പൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഇനീഷ്യൽ ഓവർവ്യൂ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കിടക്കാം. ഇതിന് 4 ഡോറും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. 2 സൈഡിലേക്കാണ് ഡോറുകൾ ഓപ്പൺ ആകുന്നത്. ശരിക്കും റോൾസ് റോയ്സിന് അങ്ങനെ തന്നെയാണ് ഓപ്പൺ ആകുന്നത്. അതിനെ സൂയിസൈഡ് ഡോർ എന്നാണ് റോൾസ് റോയ്സ് വിളിക്കുന്നത്. ഇതിൻ്റെ ടെയിൽ ഗേറ്റും ഓപ്പൺ ആക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബോണറ്റും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബോണറ്റ് ഓപ്പൺ ആക്കാനായിട്ട് താഴെയായിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബോണറ്റ് കുറച്ച് പൊങ്ങി വരും. അത് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻജിൻ റൂം വളരെ നീറ്റായിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ശരിക്കും റോൾസ് റോയ്സിൻ്റെ എൻജിനുമായിട്ട് ഒരു സാമ്യമില്ലാത്തൊരു എൻജിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നല്ല നീറ്റായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ശരിക്കും കള്ളിനനിൽ വരുന്നത് ഒരു 6.75 ലിറ്റർ ട്വിൻ ടെർബോ V12 എൻജിനാണ്. അതിന് 563 bhp പവറും 850 ന്യൂട്ടൺ മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. വിൻഷീൽഡ്, സൺറൂഫ്, മറ്റ് ഗ്ലാസ്സുകളൊക്കെ ക്ലിയർ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സൈഡിലെ 2 വിൻഡോസ് ഓപ്പണാണ്, അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അണ്ടർബോഡി നോക്കുവാണെങ്കിൽ ടയേഴ്സൊക്കെ ഫ്രീലി റൊട്ടേറ്റബിൾ ആണ്. ബാക്കിലത്തെ ടയറിന് ഫുൾ ബാക്ക് ആക്ഷൻ ഉള്ളതാണ്. അതായത് നമ്മൾ ബാക്കിലേക്ക് വലിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് പൊക്കോളും. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ബ്രേക്ക് ഡിസ്ക് ഒക്കെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് ബ്രേക്ക് ഡിസ്ക് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈവൻ കാലിപ്പർ പോലും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ പ്ലാസ്റ്റിക് പീസ് മാറ്റി കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി ഒരു സ്വിച്ചാണുള്ളത്. അപ്പോൾ ആ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോണറ്റിലൊന്ന് പ്രസ് ചെയ്താൽ മതി. ബോണറ്റിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹെഡ് ലാമ്പൊക്കെ കത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടെയിൽ ലാമ്പും കത്തുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഇത് തനിയെ കെട്ടുപോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു എൻജിൻ സൗണ്ട് വരും. എൻജിൻ സൗണ്ട് പോലത്തെ ഒരു സൗണ്ടാണ്. പക്ഷേ കള്ളിനൻ്റെ സൗണ്ടുമായിട്ടൊരു സാമ്യമില്ലാത്തൊരു സൗണ്ടാണത്. പക്ഷേ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. കുട്ടികൾക്കൊക്കെ വളരെ അട്രാക്റ്റീവായിട്ടത് തോന്നും. പിന്നീട് നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഇൻറ്റീരിയർ ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അതൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ബേജ് കളറും ഒരു ബ്രൗൺ കളറും. അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC വെൻറ്റിൻ്റെ കളറ്, സ്റ്റിയറിങ്ങിന് നടുക്കത്തെ ലോഗോ, സെൻട്രൽ കൺസോള്, ഇതൊക്കെ അത്യാവശ്യം ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഡോർ പാഡിലും എല്ലാം വേറൊരു കളർ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിലായാലും ശരി റോൾസ് റോയ്സിൻ്റെ ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു ഡീറ്റെയിലിംഗ് തന്നെയായിട്ടാണ് തോന്നുന്നത്. രണ്ട് സൈഡിലും എക്സോസ്റ്റ് പൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി കള്ളിനനിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് എക്സോസ്റ്റ് പൈപ്പ് വരുന്നത്. ഇവിടെ ഒരു സർക്കുലർ ഷേപ്പാണത്. ഫ്രണ്ടിൽ ടയേഴ്സൊന്നും സ്റ്റിയറബിൾ അല്ല, അതായത് നമുക്ക് തിരിക്കാനൊന്നും പറ്റില്ല, പക്ഷേ ഫ്രീലി റൊട്ടേറ്റിംഗ് ആണ്. ഒരു 2-3 കാര്യം എനിക്കിതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആദ്യത്തെ കാര്യം, നമ്മൾ ഈ ബോണറ്റ് ഇങ്ങനെ താഴെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസിനെ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് മടങ്ങിപ്പോകും. നമ്മൾ റോൾസ് റോയ്സ് കാറിൽ കണ്ടിട്ടുണ്ടായിരിക്കും സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി തന്നെ അകത്തേക്ക് പോകുന്നത്. അപ്പോൾ അതെനിക്കൊരു നല്ലൊരു ഡീറ്റെയിലിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അടുത്തായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, നമ്മൾ ഈ ടെയിൽ ഗേറ്റ് ഇങ്ങനെ തുറന്ന ശേഷം ഈ അണ്ടർ ബോഡിയിലുള്ള ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ. ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, 2 സീറ്റുകൾ വെളിയിലേക്ക് വരുന്ന കാണാം. ഇത് ആക്ച്വലി കള്ളിനുള്ളൊരു ഫീച്ചറാണ്. വ്യൂവിംഗ് സ്യൂട്ട് എന്നാണ് റോൾസ് റോയ്സ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇതും വളരെ നല്ലൊരു ഡീറ്റെയിലിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും കള്ളിനിൽ ഇത് ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഫ്ലോറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതിന് തിരിച്ചു പോകാനായിട്ട് ഇതിങ്ങനെ മടക്കിയ ശേഷം പ്രസ് ചെയ്താൽ മതി, അത് അവിടെ പോയി ലോക്കായിരുന്നുള്ളൂ. ഇനി എനിക്കിതിൽ 1-2 പോരായ്മകൾ ഫീൽ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഫിനിഷിങ്ങിലുള്ളൊരു പോരായ്മയാണ് ഈ അൺഈവനായിട്ടുള്ള ഗ്യാപ്പുകളാണ്. അത് 2 സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരേപോലെ അല്ല. ഈ പ്രൈസ് പോയിൻ്റ് അതൊരു വലിയ കാര്യമില്ലെങ്കിൽ പോലും അതെനിക്കൊരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തു. ആ സെയിം പോരായ്മ തന്നെ ഈ ബോണറ്റിലും കാണാൻ സാധിക്കും. ഈ ബോണറ്റിൻ്റെ അവിടെയും നല്ലതായിട്ട് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ബോണറ്റ് ശരിക്കും അടയുന്നുമില്ല. നമ്മൾ ആ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി മാറ്റിയിട്ട് അടച്ചെങ്കിൽ പോലും ബോണറ്റ് ശരിയായി അടയാത്തൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊരു ഫിനിഷിങ്ങിലെ പോരായ്മയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇവരിതിനൊരു പുൾ ബാക്ക് ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പുറകിലേക്ക് വലിച്ചിട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ഞാൻ വളരെ ദൂരം പുറകിലേക്ക് വലിക്കുകയാണ്, എന്നിട്ട് ഞാൻ വിട്ടെങ്കിൽ പോലും വളരെ പതുക്കെയാണ് അത് പോകുന്നത്. പതുക്കെയല്ലാതെ ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഒരു ഇഫക്റ്റീവ് അല്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് നിന്ന് കഴിഞ്ഞിട്ട് നമ്മളിത് കയ്യിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറകിലത്തെ ടയർ വെറുതെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇതിൻ്റെ പോരായ്മയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ 1500 രൂപയ്ക്ക് താഴെ ഇത്രയധികം ഡീറ്റെയിലിങ്ങും ബിൽഡ് ക്വാളിറ്റിയും വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡൈകാസ്റ്റ് കളക്ട് ചെയ്യുന്നതിനോട് മേടിക്കാനാണെങ്കിലും ശരി, കുട്ടികൾക്ക് കളിക്കാൻ മേടിക്കുന്നതിനാണെങ്കിലും ശരി, നല്ലൊരു ചോയ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നിങ്ങൾക്കിത് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഡൈകാസ്റ്റ് മോഡലുകളുടെ റിവ്യൂകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.